എല്ലാവർക്കും കോമേഴ്സ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് നിമേഷ. ഇതെൻ്റെ 4th വീഡിയോ ആണ്. എൻ്റെ ആദ്യ 3 വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് നല്ല കമൻസ് കിട്ടി. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ അവരോട് തന്നെ ചോദിച്ചു എൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് പറയാൻ. അപ്പോൾ അവർ പറഞ്ഞത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊണ്ടു. ചില കാര്യങ്ങൾ എനിക്ക് അത് നികത്താൻ പറ്റില്ല. ആ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം പറഞ്ഞത് എൻ്റെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഡിസ്റ്റർബൻസിനെ കുറിച്ചിട്ടാണ്. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നൈറ്റാണ്. എനിക്ക് പകൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പകൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഇവിടെ ആരെങ്കിലുമൊക്കെ വരും. എൻ്റെ മറ്റുള്ള റൂമുകളിൽ ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെടും. എനിക്ക് റൂമിൽ ഇരുന്നിട്ട് എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ തീരെ വെളിച്ചില്ല. പഴയ വീടാണ്, ഗവൺമെൻറ് ക്വാർട്ടേഴ്സാണ്. അപ്പോൾ ഇവിടുത്തെ വോൾസും അതുപോലെ തന്നെ സീലിംഗും ഒന്നും ശരിയല്ല. അതുകൊണ്ട് എത്ര നല്ല വോൾട്ടേജ് ഉള്ള ലൈറ്റ് ഇട്ടാലും ഒരു കാര്യമില്ല, വെളിച്ചം തീരെ കിട്ടില്ല. പിന്നെ ചുറ്റും മരങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് വെളിച്ചം എടുത്താലും ഒന്നും നടക്കില്ല, വെളിച്ചമൊന്നും തീരെ കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പകൽ ഷൂട്ട് ചെയ്യാന്നുള്ള കാര്യം പോസിബിൾ അല്ല. പിന്നെ ഓൺലൈൻ ക്ലാസ് മിസ് ചെയ്തിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒന്ന് എടുത്ത് നോക്കി. പക്ഷേ അപ്പോൾ തന്നെ 2 പേര്, ഒരു നെയ്ബർ വന്നു, പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ട് വന്നു. അങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ ഉച്ച സമയങ്ങളിലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് രാത്രി തന്നെയാണ് സ്വസ്ഥമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ വോയിസൊക്കെ കേൾക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നാലാണ് എനിക്ക് പ്രോപ്പറായിട്ടുള്ള വെളിച്ചം കിട്ടുള്ളൂ. വെളിച്ചമുള്ള ആകെ ഒരു നല്ല സ്ഥലമെന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ബാക്കി ഉള്ളിലൊന്നും തീരെ വെളിച്ചില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. എൻ്റെ വീഡിയോയിൽ ഇനിയും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. എന്നോട് ക്ഷമിക്കണം. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞത് എൻ്റെ ഒരു സാറാണ് പറഞ്ഞത്, ഇംഗ്ലീഷിൽ എടുത്തുകൂടെ എന്ന് ചോദിച്ചു എന്നോട്. അതെന്തായാലും ഞാൻ ഇംഗ്ലീഷിൽ എടുക്കും. കുറച്ചും കൂടി കഴിയട്ടെ, കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. പിന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞത് വോയിസ് കുറച്ചും കൂടി കൂട്ടാം നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊക്കെ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് നല്ല വോയിസ് ഉള്ളതാണ്. ഞാൻ പ്രസൻറ്റേഷനൊക്കെ എടുക്കുമ്പോൾ നല്ല വോയിസ് കൂടിയിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാവാറുള്ളൂ. കുറഞ്ഞിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാവാറേ ഇല്ല. വോയിസ് കൂട്ടുമെന്ന് ഇതുവരെ ആരും ഒറ്റ ടീച്ചേഴ്സും പറയേണ്ടി വന്നിട്ടില്ല. വോയിസ് എനിക്ക് കൂടുതലാണ്. ഞാനത് കുറയ്ക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. രാത്രി ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് അത് മറ്റുള്ളവരൊക്കെ ഉറങ്ങൊക്കെ ആയിരിക്കുമല്ലോ, പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. ഞാൻ മാത്രം ഇങ്ങനെ എൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ചീവീടൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. അപ്പോൾ ഞാൻ ശബ്ദം ഇത്തിരി കുറച്ചിട്ടാണ് സംസാരിക്കുന്നത്. ശരിക്കും എൻ്റെ ശബ്ദം ഇങ്ങനെയല്ല, എനിക്ക് നല്ല വലിയ വോയിസാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പോസിറ്റീവായിട്ട് പറഞ്ഞ എല്ലാ കാര്യത്തിനും നന്ദി. ഞാൻ ഇനിയും നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ഇങ്ങനെ നീളുന്നില്ല. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ റാങ്ക് കോറിലേഷൻ ആണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എക്സാമിന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം എന്താണ് കോറിലേഷൻ നോക്കാം. 2 variables are said to be correlated if the change in one variable result in a corresponding change in the other variable. That is, when 2 variables move together, it can be said that they are correlated. 2 വാരിയബിൾസ്. വാരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. വാരിയബിൾ ക്വാണ്ടിറ്റി ആണ്, അത് ഫിക്സഡ് ആയിരിക്കില്ല, വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 2 വാരിയബിൾ കോറിലേറ്റഡ് ആണെന്ന് പറയണമെങ്കിൽ ഒരു വാരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു വാരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് കാരണമാകണം. അതായത് 2 വാരിയബിളും മൂവ് ചെയ്യുന്നത് ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കോറിലേറ്റഡ് ആയിട്ടുള്ള വാരിയബിൾസ് ആണെന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഒരു റൂള് വന്നു, മാസ്ക് ധരിച്ചിട്ട് വേണം എല്ലാവരും പുറത്തേക്ക് പോകാമെന്ന്. അപ്പോൾ മാസ്കിൻ്റെ ഒരു ഡിമാൻഡ് ഇവിടെ കൂടിയപ്പോൾ അതിൻ്റെ സപ്ലൈ കൂടി, മാസ്കിൻ്റെ ആവശ്യകത കൂടിയപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടി. അപ്പോൾ ആ മാസ്കിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ മാസ്കിൻ്റെ സപ്ലൈ എന്ന് പറയുന്നതും കോറിലേറ്റഡ് ആണ്. മാസ്കിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് മാസ്കിൻ്റെ സപ്ലൈ കൂടും. അപ്പോൾ അത് രണ്ടും ആ രണ്ട് ക്വാണ്ടിറ്റീസും തമ്മിൽ, മാസ്കിൻ്റെ ഡിമാൻഡ്, മാസ്കിൻ്റെ സപ്ലൈ, ഇത് രണ്ടും കോറിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും.
ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു AM Tuttle, കോറിലേഷൻ ഈസ് ആൻ അനാലിസിസ് ഓഫ് ദി അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more വാരിയബിൾസ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ആണ് AM Tuttle പറഞ്ഞിട്ടുള്ളത്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ വാരിയബിൾസിൻ്റെ അനാലിസിസാണ്. അതെങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് എ പ്യുവർ നമ്പർ ലൈങ് ബിറ്റ്വീൻ -1 ആൻഡ് +1. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് നമ്മൾ ഇപ്പോൾ പ്രോബ്ലംസ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുന്നത്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ -1നും +1നും ഇടയ്ക്കാണ് ഉണ്ടാവുക. വെൻ ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് നെഗറ്റീവ്, ഇറ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ -0 and 0. നമ്മൾ നമ്പർ ലൈൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എന്താ -1ൻ്റെയും 0ൻ്റെയും ഇടയ്ക്കാണ് മറ്റുള്ള മൈനസ് ഫിഗേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് കിട്ടുന്നതെങ്കിൽ അത് -1നും 0നും ഇടയ്ക്കായിരിക്കും. വെൻ ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് പോസിറ്റീവ്, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ അത് ഏതിൻ്റെ ഇടയ്ക്കായിരിക്കും? 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കായിരിക്കും. വെൻ ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് 0, ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ ഈസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദി വാരിയബിൾസ്. ഇപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? അവിടെ ഒരു കോറിലേഷനും ഇല്ല, രണ്ട് വാരിയബിൾസ് തമ്മിൽ യാതൊരുവിധ കോറിലേഷനും ഇല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. വെൻ ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് 1, ദർ ഈസ് പെർഫെക്റ്റ് കോറിലേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണുള്ളത്? ആ വാരിയബിൾസ് തമ്മിൽ പെർഫെക്റ്റ് കോറിലേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ടുള്ളത്. പിന്നെ മെത്തേഡ്സ് ആണ്. നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് കാൽക്കുലേഷൻസ് നടത്തുക. അപ്പോൾ അതിന് 3 മെത്തേഡാണ് മെയിൻലി ഉള്ളത്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ അപ്ലൈയിങ് ദി മെത്തേഡ്സ് ഗിവൺ ബിലോ. ആദ്യത്തെ മെത്തേഡ് കാൾ പിയേഴ്സൺ മെത്തേഡ്, പിന്നത്തെ മെത്തേഡ് സ്പിയർമാൻസ് മെത്തേഡ്, പിന്നെ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡും നമ്മൾ പഠിക്കും. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് സ്പിയർമാൻസ് മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള സ്പിയർമാൻസ് മെത്തേഡാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ റാങ്ക് കോറിലേഷനാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സ്പിയർമാൻസ് മെത്തേഡ് ഇന്ന് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാൾ പിയേഴ്സൺ മെത്തേഡൊക്കെ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഞാൻ സ്പിയർമാൻസ് മെത്തേഡാണ് ചെയ്യുന്നത്. റാങ്ക് കോറിലേഷൻ എന്താണെന്ന് നോക്കാം. കാൾ പിയേഴ്സൺ കോറിലേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഈസ് അപ്ലിക്കബിൾ വെൻ വാരിയബിൾസ് ആർ മെഷേർഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം. അതായത് ആദ്യത്തെ മെത്തേഡായിട്ടുള്ള കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് അത് എന്തിനാണ് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അപ്ലിക്കബിൾ ആകുന്നത് ഈ വാരിയബിൾസൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലാണ്. അതെപ്പോഴും അപ്ലിക്കബിൾ ആവില്ല. കാരണം ഇപ്പോൾ നമുക്ക് തരുന്നത് ക്വാളിറ്റേറ്റീവ് ടേംസിലായിട്ടുള്ള ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ബ്യൂട്ടി, അതൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഈ ഒരു കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റാങ്ക് കൊടുക്കും. റാങ്കിൽ നിന്നും, അതായത് ഈ ക്വാളിറ്റേറ്റീവ് ഫോമിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റാങ്ക് ചെയ്തിട്ട് ആ റാങ്കിൽ നിന്നും നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടെത്തും. അതിനെയാണ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. സ്പിയർമാൻ ആണ് ഈ ഒരു റാങ്ക് കോറിലേഷൻ്റെ മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്. സ്പിയർമാൻ ഹാസ് ഡിവൈസ് എ ഫോർമുല നോൺ ആസ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ടു ഫൈൻഡ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഫ്രം ദി റാങ്ക്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്വാളിറ്റേറ്റീവ് ഫോമിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റാങ്ക് ചെയ്ത് ആ റാങ്കിൽ നിന്നും റാങ്ക് കോറിലേഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ചിട്ടുള്ള സ്പിയർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫോർമുലയാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്നത്. According to Spearman's method, the formula for rank correlation coefficient is. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുലയാണ് സ്പിയർമാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഫോർമുല 1 - 6 sigma d square divided by n into n square minus 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. ഇതിവിടെ ഡി എന്ന് പറയുന്നത് റാങ്കുകളുടെ ഡിഫറൻസ് ആണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അത് നമുക്ക് പ്രോബ്ലത്തിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ 3 സിറ്റുവേഷൻസ് ഉണ്ട്. ഫസ്റ്റ് സിറ്റുവേഷൻ വെൻ റാങ്ക്സ് ആർ ഗിവൺ, പിന്നത്തെ സിറ്റുവേഷൻ വെൻ റാങ്ക്സ് ആർ നോട്ട് ഗിവൺ, പിന്നത്തെ സിറ്റുവേഷൻ റിപ്പീറ്റഡ് റാങ്ക് കോറിലേഷൻ. റാങ്ക്സ് ആർ ഗിവൺ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ റാങ്ക്സ് തന്നിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക്സ് തന്നിട്ടുണ്ടായിരിക്കില്ല, തന്നിട്ടുള്ള ഡാറ്റ നമ്മൾ റാങ്ക് ചെയ്തിട്ട് വേണം ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാൻ.
പിന്നെ തേർഡ് സിറ്റുവേഷൻ റിപ്പീറ്റ് റാങ്ക് കോറിലേഷൻ ആണ്. അതായത് നമ്മൾ തന്നിട്ടുള്ള ഡാറ്റനെ റാങ്ക് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് റാങ്ക് വരും. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഫോർമുലയാണുള്ളത്. ഈ രണ്ട് സിറ്റുവേഷനും സെയിം ഫോർമുലയാണ്. തേർഡ് സിറ്റുവേഷന് മാത്രം വേറൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ ഞാൻ ഈ 3 സിറ്റുവേഷനും സെപ്പറേറ്റ് വീഡിയോസിലൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യ സിറ്റുവേഷനായിട്ടുള്ള വെൻ റാങ്ക്സ് ആർ ഗിവൺ നമുക്ക് ചെയ്ത് നോക്കാം. The ranking of 10 individuals at the start and at the finish of the course of a training are as follows. Individuals A, B, C, D, E, F, G, H, I, J. Rank before തന്നിട്ടുണ്ട്, റാങ്ക് ആഫ്റ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ 10 ഇൻഡിവിജ്വൽസ് ആണുള്ളത്. അവരുടെ ഒരു കോഴ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സ്റ്റാർട്ട് ആൻഡ് ബിഗിനിങ്ങിലുള്ള റാങ്ക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ്റെ ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ എഴുതുക, റാങ്ക് എഴുതുക. അത് കഴിഞ്ഞാൽ റാങ്ക് ഡിഫറൻസ് എഴുതുക, പിന്നെ ഡി സ്കോർ എഴുതുക. ആ ഫോർമുലയിൽ അങ്ങനെയാണല്ലോ 1 - 6 sigma d square divided by n into n square minus 1 എന്നതാണ് ഫോർമുല, സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ ഫോർമുല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ഡി വേണം, ഡി സ്ക്വയർ വേണം. ഡി കണ്ടുപിടിച്ചാലേ നമുക്ക് ഡി സ്ക്വയർ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഡി എന്ന് പറയുന്നത് എന്താണ്, റാങ്കുകളുടെ ഡിഫറൻസ് ആണ്. 1 - 6 എന്ന് പറഞ്ഞാൽ ശരിക്കും -5 ആണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യണില്ല. പക്ഷേ ഇൻ കേസ് നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്താലും ഡി സ്ക്വയർ ചെയ്യുമ്പോൾ അത് മാറും. അതുകൊണ്ട് നമ്മുടെ എക്സാമിന് നമ്മൾ നെഗറ്റീവ് എടുത്തു എന്ന് വിചാരിച്ച് തെറ്റാൻ പോകണില്ല. കാരണം എന്താ വെച്ചാൽ ഡി സ്ക്വയർ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോയിട്ട് പോസിറ്റീവ് ആവും. പക്ഷേ റാങ്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ നെഗറ്റീവ് എഴുതാതെയാണ് എഴുതുക. 1 - 6 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. പിന്നെ 6 - 8 2, 3 - 3 0, 9 - 2 7, 5 - 7 2, 2 - 10 8, 7 - 5 2, 10 - 9 1, 8 - 4 4, 4 - 1 3. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസസ് 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിഫറൻസസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 5യുടെ സ്ക്വയർ എത്രയാണ്, 25. അതായത് ഡി ഇൻറ്റു ഡി ആണ് ഡി സ്ക്വയർ എന്ന് പറയുന്നത്. 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെ സ്ക്വയർ 4, 0ൻ്റെ സ്ക്വയർ 0 തന്നെ, 7ൻ്റെ സ്ക്വയർ 49, 2ൻ്റെ സ്ക്വയർ 4, 8ൻ്റെ സ്ക്വയർ 64, 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1, 4ൻ്റെ സ്ക്വയർ 60, 3യുടെ സ്ക്വയർ 9. ഇനി എത്രയാണ്, ഇത് ആഡ് ചെയ്യുക. ഡി സ്ക്വയർ സിഗ്മ ഡി സ്ക്വയർ കണ്ടുപിടിക്കുക. സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ ഡി സ്ക്വയറും കൂടിയിട്ട് ആഡ് ചെയ്തത്. 25 + 4 + 0 + 49 + 4 + 64 + 4 + 1 + 16 + 9. അപ്പോൾ നമുക്ക് 176 ആണ് കിട്ടുന്നത്. ഇനി എന്താണ് ഫോർമുല, 1 - 6 sigma d square divided by n into n square minus 1. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. n ഇവിടെ എത്രയാണുള്ളത്, 10 ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് 10 ആണ്. ഈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ തന്നിട്ടുള്ള അതിനെ എണ്ണം എടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. പിന്നെ സിഗ്മ ഡി സ്ക്വയർ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 176 കിട്ടിയിട്ടുണ്ട്. ഇനി ഫോർമുലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ എന്താണ് 1 - 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ 176 ആണെന്ന് പറഞ്ഞിട്ട് n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ ഇവിടെ 10, ഇവിടെ 10ൻ്റെ സ്ക്വയർ -1. അപ്പോൾ 1 - 6 ഇൻറ്റു 176 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10ൻ്റെ സ്ക്വയർ 100, 100 - 1. 1 - 6 ഇൻറ്റു 176 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100, 1 കുറച്ച് എത്രയാണ് 99. 1 - 6 ഇൻറ്റു 176 ഡിവൈഡഡ് ബൈ 990 കിട്ടും നമുക്കപ്പോൾ. 1 - 6 ഇൻറ്റു 176 എത്രയാണ്, 1056 ആണ് വരുന്നത്. ഡിവൈഡ് ബൈ 990. 1 - 1056 ഡിവൈഡ് ബൈ 990 ചെയ്യുമ്പോൾ എത്ര കിട്ടുക, 1.067 എന്ന് എഴുതാം. 1 - 1.067 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എത്രയാണ്, -0.067 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെയുള്ള കോറിലേഷൻ എന്താണ്, നെഗറ്റീവ് കോറിലേഷൻ ആണ് ഇവിടെ ഉള്ളത്. കാരണം എന്താണ്, നമുക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവാണ്.
അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. പക്ഷേ ഒരിക്കലും ഇത്രയും സിമ്പിളായിട്ടുള്ള പ്രോബ്ലം നമുക്ക് വരാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ നേരിട്ട് റാങ്ക് തരുമ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള പ്രോബ്ലം നമുക്ക് തരാൻ ചാൻസ് ഇല്ല. കാരണം എപ്പോഴും റാങ്ക് വരിക ആദ്യത്തെ കുറച്ച് നമ്പേഴ്സ് ആയിരിക്കും. അതിൻ്റെ ഡിഫറൻസ് എടുക്കാനും സ്ക്വയർ ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇനി ചെറിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ SC ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ നേരിട്ട് റാങ്ക് തന്നിട്ടുള്ളത് വരാൻ ചാൻസ് കുറവാണ്. അഥവാ ഇനി റാങ്ക് തരികയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ, അതായത് ഇപ്പോൾ രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ്, രണ്ടിൽ കൂടുതൽ സെറ്റുകൾ ഉണ്ടായിരിക്കും. ഇതുപോലെ 2 റാങ്ക് അല്ല ഉണ്ടായിരിക്കുക. ഇപ്പോൾ 3 ജഡ്ജസിൻ്റെ ഒരു അപ്രോച്ചസ് സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും വരിക. ഇതുപോലെ നിസ്സാരമായിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഡയറക്റ്റ് റാങ്ക് തന്നിട്ടുള്ളത് വരാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ വരാം, പക്ഷെ നല്ല മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു പ്രോബ്ലം ആയിട്ടല്ല വരിക. റാങ്ക് നേരിട്ട് തന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സിമിലർ അപ്രോച്ച് ഏതാണ്, ജഡ്ജസിൻ്റെ സിമിലർ അപ്രോച്ച് കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ റാങ്ക് തന്നിട്ടുള്ള പ്രോബ്ലം തന്നെയാണ് ഇത്. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടിയും ലെങ്തി ആയിരിക്കും. ഒരു essay ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലമാണ്. കാരണം നമ്മൾ ഓരോ ജഡ്ജസിൻ്റെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചധികം നമുക്കിതിൽ ചെയ്യാനുണ്ട്. ഇങ്ങനൊരു പ്രോബ്ലം നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. നമുക്കപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 10 കോമ്പറ്റീറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കോൺടെസ്റ്റ് ആർ റാങ്ക്ഡ് ബൈ 3 ജഡ്ജസ് ഇൻ ദി ഫോളോയിങ് ഓർഡർ. ഇവിടെ 10 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അത് ജഡ്ജ് ചെയ്തിട്ടുള്ളത് 3 ജഡ്ജസ് ആണ്. അവിടെ ഡാറ്റ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ജഡ്ജ്, സെക്കൻഡ് ജഡ്ജ്, തേർഡ് ജഡ്ജ്. യൂസ് ദി റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ടു ഡിസ്കസ് വിച്ച് പെയർ ഓഫ് ജഡ്ജസ് ഹാവ് ദി നിയറസ്റ്റ് അപ്രോച്ച് ടു കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏത് പെയേഴ്സിനാണ് സിമിലർ ആയിട്ടുള്ള അപ്രോച്ച് ഉള്ളത്, ബ്യൂട്ടീനെ കുറിച്ചിട്ടുള്ള ഏത് ജഡ്ജസിൻ്റെ പേഴ്സ്പെക്റ്റീവാണ് സിമിലർ ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ കോറിലേഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് ജഡ്ജും സെക്കൻഡ് ജഡ്ജും തമ്മിലുള്ള നോക്കണം, ഫസ്റ്റ് ജഡ്ജും തേർഡ് ജഡ്ജും തമ്മിലുള്ള നോക്കണം, സെക്കൻഡ് ജഡ്ജും തേർഡ് ജഡ്ജും തമ്മിലുള്ള നോക്കണം. അപ്പോൾ നമുക്ക് 3 സെറ്റായിട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം നമുക്ക് കുറച്ചധികം ചെയ്യാനുള്ളത് കൊണ്ട് essay ഒക്കെ ആയിട്ട് വരാം. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് നമുക്കൊരു essay ആയിട്ടൊന്നും അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ ചെയ്യാന്നുള്ളത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ആദ്യം ഇട്ടത്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലൊരു ടേബിൾ വരയ്ക്കുക. നേരത്തെ വരച്ച പോലെ തന്നെ ഫസ്റ്റ് ജഡ്ജ്, സെക്കൻഡ് ജഡ്ജ്, റാങ്ക് ഡിഫറൻസ്, D² അങ്ങനെയുള്ളൊരു ടേബിൾ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസസ് നമുക്ക് എഴുതാം. ഞാൻ പറഞ്ഞു നെഗറ്റീവ് കൺസിഡർ ചെയ്യാണ്ട് തന്നെ എഴുതണം. 1 - 4 എന്ന് പറഞ്ഞാൽ 3 തന്നെ. ഇവിടെയും 3, ഇവിടെയും 3, 2, 9 - 5 4, 6 - 9 3, 0, 7 - 3 4, 3 - 2 1, 2 - 1 1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സ്ക്വയറുകൾ എഴുതാം. 9 9 9 4 16 9 0 16 1 1. നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. 9 + 9 + 9 + 4 + 16 + 9 + 16 + 1 + 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 74 ആണ്. അതായത് സിഗ്മ D² എന്ന് പറയുന്നത് നമുക്ക് 74 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ജഡ്ജിൻ്റെയും സെക്കൻഡ് ജഡ്ജിൻ്റെയും ആണ് എടുത്തിരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ജഡ്ജിൻ്റെയും തേർഡ് ജഡ്ജിൻ്റെയും നോക്കാം. നമുക്ക് എല്ലാതും എഴുതിയതിന് ശേഷം ലാസ്റ്റ് പ്രോബ്ലം ചെയ്യാം കേട്ടോ. എല്ലാം നമുക്ക് ടേബിൾ ആദ്യം ഫില്ല് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു കമ്പാരിസണും കൂടി നടത്തണമല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാം. ഇനി ഫസ്റ്റ് ജഡ്ജും തേർഡ് ജഡ്ജിൻ്റെയും ഈ റാങ്ക് ഡിഫറൻസ് എഴുതാം കേട്ടോ. 1 - 6 5, 5 - 7 2, ഇവിടെ 4 7 4, 6 - 10 4 1 5 0 2. ഇനി അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 25 4 D × D ആണ് കേട്ടോ. 16 49 16 16 1 25 0 4. നമ്മളിതൊക്കെ ആഡ് ചെയ്ത് എഴുതാം. 25 + 4 + 16 + 49 + 16 + 16 + 1 + 25 + 4. അപ്പോൾ നമുക്ക് 156 ആണ് സിഗ്മ D² കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത കമ്പാരിസൺ നടത്തുന്നത് ആരുടെയാണ്? സെക്കൻഡ് ജഡ്ജിൻ്റെയും തേർഡ് ജഡ്ജിൻ്റെയും ആണ്. അപ്പോൾ അത് എഴുതാം. സെക്കൻഡ് ജഡ്ജ് തേർഡ് ജഡ്ജ് റാങ്ക് കൊടുക്കാം. 4 - 6 2, 8 - 7 1, 7 - 8 1, 6 - 1 5, 5 - 5 0, ഇവിടെ 1 1 1
1 3. ഇതിൻ്റെ സ്ക്വയറുകൾ എഴുതാം. 1 1 25 0 1 1 1 1 9. ഇനി ഇതിൻ്റെയൊക്കെ സമ്മ കണ്ടുപിടിക്കാം. 4 + 1 + 1 + 25 + 0 + 1 + 1 + 1 + 1 + 9 44 ആണ് വരുന്നത്. അപ്പോൾ സിഗ്മ ഡി സ്ക്വയർ എത്രയാണ്? 44. ഇനി നമുക്ക് ഡയറക്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് ചെയ്യാം. ഫോർമുല എഴുതാം. 1 - 6 × സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n × n² - 1 ആണ് നമ്മുടെ ഫോർമുല, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫോർമുല. അപ്പോൾ ഇനി ആദ്യത്തെ കാര്യമാണ് പറയുന്നത് ഫസ്റ്റ് ജഡ്ജ് ആൻഡ് സെക്കൻഡ് ജഡ്ജ്. അതിലെങ്ങനെയാണ്? അതിൽ 1 - 6 സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 74 ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ സിഗ്മ ഡി സ്ക്വയർ 74 ഡിവൈഡഡ് ബൈ n 10² - 1 ഈക്വൽ ടു എന്താണ്? 1 - 6 × 74 444 ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ എത്രയാണ്? 10² 100 ആണ്. 100ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 99. 99 × 10 ചെയ്യുമ്പോൾ 990 കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ വരിക 1 - 444 ഡിവൈഡ് ബൈ 990. അപ്പോൾ നമുക്ക് കിട്ടുക 0.45 ആണ് വരിക. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ് വരിക? 1 - 0.45 ഈക്വൽ ടു 0.55 ആണ് ആൻസർ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആരാണ്? ഫസ്റ്റ് ജഡ്ജും തേർഡ് ജഡ്ജും. ഫസ്റ്റ് ജഡ്ജ് ആൻഡ് തേർഡ് ജഡ്ജ് സെയിം ഫോർമുല അല്ലേ? അപ്പോൾ 1 - 6 × സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n × n² - 1. അപ്പോൾ ഇവിടെ സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 156 ആണ്. അത് എഴുതുക. ഡിവൈഡഡ് ബൈ 10 × 10² - 1. അപ്പോൾ 1 - 6 × 156 എത്രയാണെന്ന് നോക്കാം. 6 × 156 936 ആണ് വന്നിട്ടുള്ളത്. ഇവിടെ 990 തന്നെ നോക്കുമ്പോൾ 1 - 936 ഡിവൈഡ് ബൈ 990. അപ്പോൾ 0.95 ആണ് വരിക ഈക്വൽ ടു 1 - 0.95. നമുക്ക് കിട്ടുന്നത് 0.05 ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആരാണ്? സെക്കൻഡ് ജഡ്ജും തേർഡ് ജഡ്ജും ആണ്. സെക്കൻഡ് ജഡ്ജ് ആൻഡ് തേർഡ് ജഡ്ജ്. അതും 1 - 6 × സിഗ്മ ഡി സ്ക്വയർ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 44 ആണ്. 44 ഡിവൈഡഡ് ബൈ 10 × 10² - 1 ആണ്. 1 - 6 × 44 6 × 44 256 ആണ്. 256 ഡിവൈഡഡ് ബൈ 990. 1 - 256 ഡിവൈഡഡ് ബൈ 990 ചെയ്യുമ്പോൾ 0.26 ആണ് വരുന്നത്. 1 - 0.26 ഈക്വൽ ടു 0.74 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? ഇത് 3 നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. 3 റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അപ്പോൾ ആര് തമ്മിലാണ് ഏറ്റവും കൂടുതൽ സിമിലർ അപ്രോച്ച് ഉള്ളത്? സെക്കൻഡ് ജഡ്ജിനും തേർഡ് ജഡ്ജിനുമാണ് ബ്യൂട്ടിയിൽ ഒരേ പേഴ്സ്പെക്റ്റീവ് ഉള്ളത്. അവർക്ക് 2 പേർക്കാണ് ഒരേ അപ്രോച്ച് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് എഴുതാൻ പറ്റും എന്താണ്? സിൻസ് സെക്കൻഡ് ജഡ്ജ് ആൻഡ് തേർഡ് ജഡ്ജ് ഹാവ് similar ഇങ്ങനെ വേണം എഴുതാം കേട്ടോ. സിൻസ് സെക്കൻഡ് ജഡ്ജ് ആൻഡ് തേർഡ് ജഡ്ജ് ഹാവ് ഹയസ്റ്റ് കോറിലേഷൻ since second judge and third judge have highest correlation, it is
concluded that they have similar approach എന്നെഴുതാം. അപ്പോൾ എന്താണ്, ഹയസ്റ്റ് കോറിലേഷൻ ആർക്കാണോ വന്നത് അവർക്കാണ് സിമിലർ അപ്രോച്ച് ഉള്ളത്. എന്തിൻ്റെ കാര്യത്തിൽ? ബ്യൂട്ടിയുടെ കാര്യത്തിൽ. അപ്പോൾ സിൻസ് സെക്കൻഡ് ജഡ്ജ് ആൻഡ് തേർഡ് ജഡ്ജ് ഹാവ് ഹയസ്റ്റ് കോറിലേഷൻ ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് ദേ ഹാവ് സിമിലർ അപ്രോച്ച്. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റാങ്ക് കോറിലേഷനിൽ റാങ്ക് തരാതെ നമ്മൾ ആ ഡാറ്റ എങ്ങനെയാണ് റാങ്ക് ചെയ്ത് ഈ ഫോമിൽ അപ്ലൈ ചെയ്ത് ചെയ്യാന്നുള്ളത് നോക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കേട്ട് പഠിക്കരുത്. ഈ ടോപ്പിക് ഇന്നെടുത്ത ടോപ്പിക്ക് കേട്ട് പഠിക്കാതെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. നമ്മളൊരു പ്രോബ്ലം പേപ്പർ എപ്പോഴും ചെയ്ത് പഠിച്ചാൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അതിപ്പോൾ നമുക്കിപ്പോൾ കിട്ടും. കേട്ടിട്ട് ഇപ്പോൾ ആദ്യം ഞാൻ പഠിച്ചു, ഈ ഫോമിലേക്ക് ഞാൻ ബൈഹാർട്ട് ചെയ്തു, എനിക്ക് നേരിട്ട് എനിക്ക് അപ്ലൈ ചെയ്താൽ മതി, എക്സാമിന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ആരും പ്രതീക്ഷിക്കരുത്. നമുക്ക് എക്സാമിന് അതേ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കുക. ഒരു ബുക്കും പേനും കാൽക്കുലേറ്റർ അടുത്ത് വെച്ച് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പഠിക്കാം. പിന്നെ ഞാൻ ഈ റാങ്ക് കോറിലേഷൻ 3 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് എടുത്തത് ആദ്യത്തെ പാർട്ടാണ്. നാളെ സെക്കൻഡ് പാർട്ട് എടുക്കും. നാളെ മീൻസ് അടുത്ത ക്ലാസ്സിന് സെക്കൻഡ് പാർട്ട് എടുക്കും. പിന്നെ തേർഡ് പാർട്ട്, അത് റിപ്പീറ്റഡ് റാങ്ക് കോറിലേഷൻ അങ്ങനെയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോ സെക്ഷനായിട്ട് തന്നെ പഠിക്കാം. വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ ആരും ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ളത്. മാത്രമല്ല അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ടാണ് 3 സെക്ഷനായിട്ട് റാങ്ക് കോറിലേഷൻ ചെയ്തത്. പിന്നെ നല്ല കണ്ടന്റുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സജഷൻസ് എനിക്ക് കൂടിയേ തീരൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നെ പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ആ ടോപ്പിക്കുകൾ പരിഗണിക്കുന്നതായിരിക്കും. വേഗം തന്നെ ചെയ്യുക. എക്സാമിനൊക്കെ മുമ്പ് തന്നെ വേഗമായിട്ട് ചെയ്യുക. എന്നാലാണ് എനിക്ക് വേഗം തന്നെ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട്. എനിക്ക് നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരുന്നിട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം നല്ല ശബ്ദമായിരിക്കും, നല്ല ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും മഴ കൂടുന്നതിനേക്കാൾ മുമ്പ് നല്ല നിങ്ങളുടെ ടോപ്പിക് സജഷൻസ് എനിക്ക് ഇടുക. എന്നാലാണ് എനിക്ക് വേഗം ഷൂട്ട് ചെയ്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബായ്. എല്ലാവരും വീട്ടിൽ ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കണം. പുറത്ത് പോകുമ്പോൾ മാസ്ക് ഒക്കെ ധരിച്ച് പോവുക, സാനിറ്റൈസറൊക്കെ കയ്യിൽ കരുതുക. അപ്പോൾ ബായ്.